ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്മാനി ചരിത്രത്തിലെ ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങൾക്കും മുസ്ലിം സാമൂഹിക നേതൃത്വത്തിനുമെല്ലാം വളരെ സുദീർഘമായ സംഭാവനകൾ അർപ്പിച്ച ഒരു മഹാപണ്ഡിതനാണ് ഷെയ്ഖ് ഖാലിദ് ബാഗ്ദാദി എന്ന് വിളിക്കപ്പെടുന്ന ദിയാഉദ്ദീൻ ഖാലിദ് ബിൻ ഹുസൈൻ ബാഗ്ദാദി അൽ ഉസ്മാനി എന്ന പണ്ഡിതൻ. 1779 ജനിക്കുകയും 1827 മരണമടയുകയും ചെയ്ത അദ്ദേഹം വളരെ 50 വയസ്സിനുള്ളിൽ, ഏകദേശം 47 വയസ്സ് മാത്രമാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. പക്ഷേ എന്നാൽ ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ തന്നെ വെസ്റ്റ് ഏഷ്യ, നോർത്ത് ആഫ്രിക്ക, യൂറോപ്പ്, സെൻട്രൽ ഏഷ്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ഇന്ത്യ, സൗത്ത് ഏഷ്യ അടക്കമുള്ള വിവിധ ഭാഗങ്ങളിൽ, ഇസ്ലാമിക പ്രദേശങ്ങളിലെല്ലാം വളരെ ശക്തമായ തരത്തിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ എസ്പെഷ്യലി സൂഫി ഡൈമെൻഷനോ അതിനുമപ്പുറം ഒരു മുസ്ലിം സാമൂഹികത മേഖലകളിലുള്ള ഒരു മുസ്ലിം ചലനാത്മകതയ്ക്ക്, മുസ്ലിം മൊബിലിറ്റിക്ക് നേതൃത്വം കൊടുത്ത ഒരു പണ്ഡിതനും കൂടിയാണ് ഷെയ്ഖ് ഖാലിദ് ബാഗ്ദാദി. ഇദ്ദേഹം ഇറാഖിലെ, പണ്ടത്തെ ഇറാഖ് എന്ന് പറയുന്ന ഇറാൻ ഇറാഖ് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ്. അവിടെ സുലൈമാനിയ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രദേശത്ത് ഷഹ്ർസൂർ എന്ന് പറയുന്ന ഒരു ഭാഗത്താണ് അദ്ദേഹം ജനിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിനോട് മൗലാന ഖാലിദ് ബാഗ്ദാദി അല്ലെങ്കിൽ ഷഹ്ർസൂരി എന്ന പേരും നമുക്ക് കാണുവാൻ കഴിയും. സൂർ എന്ന് പറയുന്ന ഷഹറിൽ ജനിച്ച ആളെന്ന നിലയിൽ, നഗരത്തിൽ ജനിച്ച ആളെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പേരിനോടും അത് ചേർത്ത് വെക്കാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ പേരിനോട് ഉസ്മാനി എന്നും ചേർത്ത് വെക്കാറുണ്ട്. അതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ പേരിനോട് കുർദ് വംശജനായിരുന്നു എന്നതുകൊണ്ട് തന്നെ കുർദി എന്നും പേരും നമുക്ക് കാണുവാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ പേരുകളിൽ തന്നെ നീണ്ട സിഫത്തുകൾ കാണാം. അദ്ദേഹം ബാഗ്ദാദിയാണ്, ഷഹ്ർസൂരിയാണ്, അതുപോലെ തന്നെ കുർദിയാണ്, നക്ഷബന്ദിയാണ്, മുജദ്ദിദിയാണ്, ഷാഫിയാണ്, അതുപോലെ തന്നെ ഉസ്മാനിയുമാണ്. അങ്ങനെ നീണ്ട പേരുകൾ അദ്ദേഹത്തോട് ചേർക്കുവാൻ കാരണം ഈ പ്രദേശങ്ങളിലുള്ള എല്ലാവരും തങ്ങളുടെ നേതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തെ സ്വീകരിച്ചിരുന്നു എന്നതും കൊണ്ടും കൂടിയാണ്. അത്രത്തോളം ഈ ഒരു 50 വയസ്സിനുള്ളിൽ തന്നെ ഈ വിശാലമായ മുസ്ലിം ലോകത്ത് ശക്തമായ സ്വാധീനം ചെലുത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത. ഇവിടെ അദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഷഹ്ർസൂർ, സുലൈമാനിയ നഗരത്തിലെ ഷഹ്ർസൂറിൽ ജനിക്കുകയും ദിമഷ്ക്, സിറിയയിലെ ദമാസ്കസിൽ 1827 മരണമടയുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ഡെത്തിൻ്റെയും ഒരു സൂചക. അതിനും അപ്പുറം അദ്ദേഹത്തിന് നീണ്ട ചരിത്രങ്ങളുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പിതാവ് ഷെയ്ഖ് ഹുസൈൻ തന്നെ പഠിപ്പിക്കുകയും അധ്യാപകരെ അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ തന്നെ പ്രദേശവാസികളായ ഷെയ്ഖ് അബ്ദുൽ കരീം അൽ ബർസിഞ്ചി, അതുപോലെ തന്നെ ഷെയ്ഖ് അബ്ദുറഹീം അൽ ബർസിഞ്ചി, മുല്ല മുഹമ്മദ് അലി എന്നൊക്കെ വിളിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട അന്നത്തെ വളരെ അധികായകരായ പണ്ഡിതന്മാരുടെ കീഴിൽ, അത് മുഫസ്സിറാണ്, ഫഖീഹാണ്, മുഹദ്ദിസാണ്, ഇങ്ങനെ നിരവധി മേഖലകളിൽ വിൽപ്പത്തി ഉണ്ടായിരുന്ന പണ്ഡിതന്മാരുടെ കീഴിലായിരുന്നു അദ്ദേഹം അവിടെ വിദ്യ അഭ്യസിച്ചിരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേറെയും ഷെയ്ഖ് മുഹമ്മദ് കുസ്ബാറ എന്ന് വിളിക്കപ്പെടുന്ന പണ്ഡിതന്മാരും അദ്ദേഹത്തിൻ്റെ ഉസ്താദന്മാരായിട്ടുണ്ടായതായും നമുക്ക് കാണുവാൻ കഴിയും. ഇദ്ദേഹത്തിൻ്റെ യൗവന കാലഘട്ടത്തിന് ശേഷം പിന്നീട് നിരവധി യാത്രകൾ നടത്തുന്നുണ്ട്. ഈ ഒരു യാത്ര നടത്തുന്ന പശ്ചാത്തലത്തിൽ തന്നെ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹത്തിൻ്റെ ഒരു ജീവിത പശ്ചാത്തലവും കൂടിയാണ്. അതായത് അന്നത്തെ ഇറാൻ ഇറാഖ് അല്ലെങ്കിൽ ഇറാഖ് ഹിജാസ് എന്ന് പറയുന്ന ആ പ്രദേശം, അതുപോലെ തന്നെ വെസ്റ്റ് ഏഷ്യ, ഇന്ന് നോർത്ത് ആഫ്രിക്ക എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശങ്ങളെല്ലാം ഏറെക്കുറെ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ കീഴിലായിരിക്കുന്ന പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഉസ്മാനി എന്നുള്ള പദം കൂടി ചേരുന്നത്. ഈ ഭാഗത്ത് ഒരു വേളയിൽ 1744 സൗദി ഡൈനാസ്റ്റി ദരിയ കേന്ദ്രീകരിച്ച് രൂപപ്പെടുകയും 1700കളിൽ അവസാനം വരെയും ശക്തമായ അവരുടെ പടയോട്ടങ്ങൾ നടത്തിക്കൊണ്ട് വിവിധ ഭാഗങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്.
1800-കളിലെ തുടക്കത്തിൽ അവർക്കെതിരെ ഉസ്മാനി ഖിലാഫത്തിൻ്റെ തന്നെ നേതൃത്വത്തിലുള്ള പാഷ, മുഹമ്മദ് അലി പാഷ, ഇബ്രാഹിം പാഷ, ഈജിപ്ഷ്യൻ ഗവർണർമാരുടെ നേതൃത്വത്തിൽ ഇവരെ, സൗദി ഡൈനാസ്റ്റിയെയും അതുപോലെ തന്നെ അവരുടെ സലഫി ആശയധാരയും എതിർക്കുന്ന ഒരു പശ്ചാത്തലവും കൂടിയുണ്ട്. ഇതിൻ്റെ ഇടയിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ജന്മനാ ലഭിച്ച സൂഫി ഡൈമെൻഷൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ, അപ്രോച്ച് എല്ലാം സലഫി പ്രത്യയശാസ്ത്രത്തിനെതിരെയും ഉപയോഗിക്കുന്ന ഒരു സാധ്യതയിലേക്ക് എത്തിയതായി ചില ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ ഭാഗം തന്നെ അവിടെ ഇറാനി, ഇറാഖി, അവിടുത്തെ നാടൻ പ്രഭുക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ സഫവി പ്രശ്നവും സഫവികളുടെ ബാക്കി ഉണ്ടായിരുന്ന മറ്റു ചില ഷിയഈ ഡൈനാസ്റ്റികളുടെയും അതുപോലെ തന്നെ കാച്ചാർ ഡൈനാസ്റ്റികളുടെയും ഉസ്മാനികളും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം നിരന്തരം ഒരു ഭാഗത്ത് അദ്ദേഹം താമസിച്ചിരുന്നില്ല എന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 1805-കളിൽ അദ്ദേഹം അവിടുന്ന് വിവിധ ഭാഗങ്ങളിലേക്ക് യാത്രയാവുന്നുണ്ട്. അത് വിവിധ അധ്യാപകരെ അന്വേഷിച്ചുകൊണ്ട് തന്നെയാണ് യാത്രയാവുന്നത്. അതിൽ അദ്ദേഹം ആ യാത്രകളിൽ ഹദീസ് പണ്ഡിതരായ ഷെയ്ഖ് മുഹമ്മദ് കുസ്ബാറ എന്ന് പറയുന്ന പണ്ഡിതനെ കാണുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ സപ്പോർട്ടോട് കൂടി ഖാദിരിയ ത്വരീഖത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രതിനിധിയായി അദ്ദേഹം മാറുന്നതായും ആ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സൂഫി ത്വരീഖത്തുകൾ അന്നത്തെ കാലഘട്ടത്തിലെ അവിടുത്തെ മുസ്ലിങ്ങളുടെ സാമൂഹിക ചലനാത്മകതയെ നിയന്ത്രിക്കുന്നവരായിരുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ന് നമ്മൾ സൂഫി ത്വരീഖത്തുകൾ എന്ന് പറയുമ്പോൾ പൊതുവെ പലർക്കും ചിലപ്പോൾ ത്വരീഖത്ത് വേണമോ വേണ്ടയോ എന്ന ചർച്ചയിലേക്കാണ് പോകുന്നത്, ഹലാലാണോ ഹറാമാണോ എന്നുള്ള ചർച്ചയിലേക്കാണ് പോകുന്നത്. പക്ഷേ അന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ ഇന്നത്തെ സംഘടനകളുടെ ഒരു പഴയ രൂപമാണ് ഈ സൂഫി ത്വരീഖത്തുകൾ. അവിടുത്തെ ഒരു സോഷ്യൽ മൊബിലിറ്റിയെ കൺട്രോൾ ചെയ്യുന്നതും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് ഇദ്ദേഹം എത്തിച്ചേർന്ന ഭാഗങ്ങളെല്ലാം ഖാദിരി ത്വരീഖത്തിൻ്റെ ശക്തമായ ഒരു സ്വാധീനമുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവിടെ ഖാദിരി ത്വരീഖത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഉസ്താദന്മാരിലൂടെ അതിൻ്റെ പ്രധാന ആളായി മാറുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ബാഗ്ദാദിൻ്റെയും ഈ ഭാഗങ്ങളിലെല്ലാം സഞ്ചരിച്ച് അവിടുത്തെ ഒരു ഖാദിരി ത്വരീഖത്തിൻ്റെയും അവിടുത്തെ പണ്ഡിതന്മാരുടെയും അവിടുത്തെ മുഹദ്ദിസുകളുടെയും കീഴിൽ വിദ്യ അഭ്യസിച്ചതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇജാസിൽ തന്നെയുള്ള ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അദ്ദേഹത്തിൻ്റെ അധ്യാപകന്മാർ, അദ്ദേഹത്തിൻ്റെ മുർഷിദുമാർ ഇന്ത്യയിലേക്ക് യാത്ര തിരിക്കുവാൻ കൽപ്പിക്കുന്നതായും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അങ്ങനെ ഇറാഖ് ഇറാൻ അതിർത്തിയിലുള്ള ഒരുപോലെ ഒരു ഇറാനി എന്നും ഇറാൻകാരും ഇറാഖി എന്ന് ഇറാഖുകാരും അല്ലെങ്കിൽ ഫാരിസി എന്ന് പേർഷ്യക്കാരനെന്ന് അവരും അറബെന്ന് അറബുകളും സ്വയം വിളിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു നല്ലൊരു ശതമാനം ഘട്ടം പിന്നീട് വരുന്നത് ഇന്ത്യയിലേക്കാണ്. ഇന്ത്യയിൽ എത്തിച്ചേർന്ന അദ്ദേഹം ഇവിടെ കണ്ടുമുട്ടുന്നത് സുഹ്റവർദി, നക്ഷബന്ദി, അതുപോലെ തന്നെ ചിഷ്തി ത്വരീഖത്തുകളെ പണ്ഡിതന്മാരുമായി. കാരണം ഈ ത്വരീഖത്തിലെ പണ്ഡിതന്മാരെന്ന് പറയുന്നത് ത്വരീഖത്ത് പഠിപ്പിക്കുന്ന ആൾക്കാർ മാത്രമല്ല, അവർ മുഹദ്ദിസുകളും മുഫസ്സിറുകളും ഫഖീഹുകളും ചരിത്രകാരന്മാരും എല്ലാവരും കൂടിയാണ്. സ്വാഭാവികമായും ഇവരുമായിട്ടുള്ള ഇടപെടലുകൾ ഈ മുസ്ലിം അന്നത്തെ ഒരു പ്രോട്ടോടൈപ്പ് മൂവ്മെൻറ്റുകളായി എന്നറിയപ്പെടുന്ന ത്വരീഖത്തുകളുമായി നല്ല ബന്ധമുണ്ടാക്കുവാനും ഇദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. ആ അധ്യാപകരിൽ നിന്ന് കൂടുതൽ വിദ്യ ആർജിക്കുവാനും ഇദ്ദേഹത്തിന് കഴിയുന്നതായി നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അവിടെ വെച്ചാണ് ഷെയ്ഖ് ഖാലിദ് ബാഗ്ദാദിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടാകുന്നത്. അവിടെ വെച്ച് അദ്ദേഹം ഷാ വലിദ ദഹ്ലവിയുടെ പുത്രനായിരുന്ന ഷാ അബ്ദുൽ അസീസ് ദഹ്ലവിയെ കണ്ടുമുട്ടുകയും അവരുമായി നല്ല ബന്ധമുണ്ടാവുകയും നക്ഷബന്ദി ത്വരീഖത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതും നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിനെ നക്ഷബന്ദി ത്വരീഖത്തിൻ്റെ പ്രധാനമായും ഒരു ഡിസൈപ്പിളായി സ്റ്റുഡൻ്റാക്കി എടുക്കുന്നത് ഷാ അബ്ദുള്ള ഗുലാം അലി ദഹ്ലവി എന്ന് വിളിക്കപ്പെടുന്ന ഡൽഹിയിലുണ്ടായിരുന്ന പണ്ഡിതനാണ്. ഷാ അബ്ദുൽ അസീസ് ദഹ്ലവിയുമായിട്ടുള്ള ഇടപെടലുകൾ അദ്ദേഹത്തെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ വിരുദ്ധത നൽകുവാൻ ഒരു സഹായകമായി എന്ന് പറയുന്ന ചില നിരീക്ഷണങ്ങൾ നമ്മൾ ഉസ്മാനി ചരിത്രവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ ചരിത്രം ചേർത്ത് പറയുന്ന ഭാഗങ്ങളിൽ കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഷാ അബ്ദുള്ള ഗുലാം അലി ദഹ്ലവിയുമായിട്ടുള്ള ബന്ധം നക്ഷബന്ദി ത്വരീഖത്തിൻ്റെ ഒരാളായി മാറുവാനും കഴിഞ്ഞു. അവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നക്ഷബന്ദി ത്വരീഖത്തിൻ്റെ ആളായി എന്ന് പറയുന്നത് അതുകൊണ്ടർത്ഥം ദീന ഇലാഹി എന്ന് പറയുന്ന അക്ബറിൻ്റെ പുതിയ ആശയത്തെ ഇല്ലാതാക്കിയ, അതിൻ്റെ വിവിധ തരത്തിലുള്ള സ്വാധീനം ദർബാറിൽ നിന്നും മുസ്ലിം ജീവിതങ്ങളിൽ നിന്നും ഇല്ലാതാക്കിയ ഷെയ്ഖ് അഹ്മദ് സർഹിന്ദിയുടെ അദ്ദേഹത്തിൻ്റെ ചിന്ത പിൻപറ്റുന്ന
മുജദ്ദിദിയ ത്വരീഖത്തിൻ്റെ, നക്ഷബന്ദി ത്വരീഖത്തിൻ്റെ ഒരു സബ് ബ്രാഞ്ചാണ് മുജദ്ദിദിയ ത്വരീഖത്ത്. കാരണം മുജദ്ദിദ് അൽ ഫസാനി എന്നാണ് രണ്ടാം സഹസ്രാബ്ദത്തിലെ മുജദ്ദിദ് എന്നാണ് ഷേഖ് സർഹിന്ദിയെ വിളിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിനോട് ചേർന്ന് മുജദ്ദിദിയ സിൽസില എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആ മുജദ്ദിദിയ സിൽസിലയുടെ പ്രധാനപ്പെട്ട ഷേഖായിരുന്നു ഷാ അബ്ദുള്ള അദ്ദഹ്ലവി എന്ന് പറയുന്ന പണ്ഡിതൻ. അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുന്നതോടുകൂടി ഇദ്ദേഹം ഏറെക്കുറെ മുജദ്ദിദിയ സിൽസിലയുടെ ഒരു ഖലീഫയായി, പ്രതിനിധിയായി മാറുകയും പിന്നീട് അദ്ദേഹം തിരിച്ച് ബാഗ്ദാദിലേക്കും പിന്നീട് സിറിയയിലേക്കും എത്തിച്ചേരുന്നതായിട്ടാണ് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നത്. ഈ വരവ് ഇന്ത്യയിൽ നിന്നും അറബ് ഭാഗത്തേക്കുള്ള ദമസ്കസ്, ഗ്രേറ്റർ സിറിയ, ഷാം ഭാഗത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ വരവ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടാണ് വിശദീകരിക്കുന്നത്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രധാനമായും നക്ഷബന്ദി ത്വരീഖത്തിൻ്റെ അല്ലെങ്കിൽ ഇമാം റബ്ബാനി എന്ന് സെൻട്രൽ ഏഷ്യൻ പണ്ഡിതന്മാരും തുർക്കിക് ലോകത്തെ മുസ്ലിം പണ്ഡിതന്മാരും സാധാരണ ജനങ്ങളും ആദരപൂർവ്വം വിളിക്കുന്ന സയ്യിദ് അഹമ്മദ് സർഹിന്ദിയുടെ ചിന്ത ഈ വിശാലമായ ലോകത്തേക്ക് എത്തിക്കുവാൻ അതിന് നേതൃത്വം കൊടുത്തത് ഇദ്ദേഹമാണ്, അതായത് മൗലാന ഖാലിദ് ബാഗ്ദാദിയാണ്. എന്തുകൊണ്ടാണ് ഖാലിദ് ബാഗ്ദാദിക്ക് ഇത്രയും അധികം സ്വാധീനം ഈ ലോകത്ത് കിട്ടിയത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. അതിന് ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന ഒരു കാരണമുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഒരു മധ്യവയസ്കിൻ്റെ ആ ഒരു പശ്ചാത്തലം, ഭരണം അടയുന്നത് 47-ാമത്തെ വയസ്സിലാണ്. ഈ ഒരു പശ്ചാത്തലത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇത്രയും വിശാലമായ കൊക്കേഷ്യൻ നാടുകളുള്ള, യൂറോപ്യൻ നാടുകളുള്ള തുർക്കിക് മുഴുവൻ റീജിയനിലും, അറബിലും, നോർത്ത് ആഫ്രിക്കയിലും, സൗത്ത് ഏഷ്യയിലും, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും, അൾജീരിയയിലും, ഇന്തോനേഷ്യയിലും അടക്കമുള്ള ഭാഗങ്ങളിലെല്ലാം മുജദ്ദിദിയ ത്വരീഖത്തൊന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക വ്യവഹാരങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്കും ഇത്രയും സ്വാധീനം കിട്ടാനുള്ള കാരണം എന്ത് എന്ന് ചില പണ്ഡിതന്മാർ അന്വേഷിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതിന് പ്രധാനപ്പെട്ട പോയിന്റ് അന്നത്തെ ഉസ്മാനി ഭരണകൂടത്തിനുണ്ടായിരുന്ന അവിടെ സംഭവിച്ച ചില സാമൂഹിക രാഷ്ട്രീയ മാറ്റങ്ങളാണ്. ആ ഒരു സാഹചര്യത്തിൽ നക്ഷബന്ദി ത്വരീഖത്തിലെ പണ്ഡിതന്മാർക്ക് വളരെ സവിശേഷമായി തന്നെ ഉസ്മാനി ഖിലാഫത്തിൻ്റെ അധികാര കേന്ദ്രങ്ങളിൽ, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് മേഖലകളിൽ, ഖാദി ഖുദാത്ത്, നീതിന്യായ മേഖലകളിലെല്ലാം ധാരാളം സ്വാധീനം ലഭിച്ചത് ഇദ്ദേഹത്തിൻ്റെ ചിന്തയ്ക്ക് കൂടുതൽ സ്വീകാര്യത ലഭിക്കുവാൻ കാരണമായി എന്ന് ഒരു ചരിത്ര നിരീക്ഷണം നമുക്ക് കാണുവാൻ കഴിയും. രണ്ടാമത്, വളരെ സവിശേഷമായി തന്നെ എടുത്തു പറയേണ്ട രണ്ടാമത്തെ പോയിന്റ് സ്ത്രീകളുടെ സാന്നിധ്യമാണ്. സാധാരണ സൂഫി ധാരകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ സ്ത്രീകളുടെ ഒരു ദൃശ്യത നമുക്ക് കാണുവാൻ കഴിയുകയില്ല. പക്ഷേ ഷേഖ് ഖാലിദ് ബാഗ്ദാദിയുടെ ചിന്തകളിൽ ഏറ്റവും കൂടുതൽ ആകൃഷ്ടരാവുകയും ഒരു പുരുഷ കേന്ദ്രീകൃത സിൽസിലയുടെ പാരലായി തന്നെ, സമാന്തരമായി തന്നെ ഒരു സ്ത്രീ കേന്ദ്രീകൃത സിൽസിലയും കൂടി കൊണ്ടു നടത്തുവാനും അദ്ദേഹത്തിന് നല്ല നീണ്ട നിരയുള്ള സ്ത്രീകളായ ഒരുപാട് അനുയായികളും ഉള്ളത് കൊണ്ട് തന്നെ ഈ പൊതുജനസാമാന്യത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്ക് കൂടുതൽ സ്വാധീനം ചെലുത്തുവാൻ സ്ത്രീകളുടെ സ്വാധീനം കൊണ്ട് കഴിഞ്ഞു എന്ന് ഈ ചരിത്രത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ കഴിയും. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് ഇദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് സയ്യിദ് പരമ്പരയിൽപ്പെട്ട ആളായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിലേക്കാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ചേർത്ത് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ സയ്യിദ് കുടുംബത്തിന്, അഹ്ലു ബൈത്ത് കുടുംബത്തിന് ഇസ്ലാമിക ചരിത്രത്തിലും മുസ്ലിം ജനസാമാന്യങ്ങൾക്കുമിടയിൽ, മുസ്ലിം ബഹുജനങ്ങൾക്കിടയിൽ ഉള്ള ഒരു ആദരവും സ്ഥാനവും സവിശേഷതയും നമുക്ക് വ്യക്തമായി അറിയാം. അത് അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റിയിലും ഫേമിലും വളർച്ചയിലും സ്വാധീനത്തിനും പ്രധാന ഘടകമായി മാറുന്നു. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ റീജിയനാണ്. ഒന്ന് പേർഷ്യനായി വിശ്വസിക്കുന്ന ഒരാൾ, അറബുകൾ അറബ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ, പേർഷ്യൻ ഭാഷയിൽ രചന നടത്തുകയും കവിത നടത്തുകയും കിതാബ് എഴുതുകയും പ്രസംഗം നടത്തുകയും അതുപോലെ തന്നെ വാദ പരമ്പരകളും സ്റ്റഡി ക്ലാസിൻ്റെ സീരീസുകളും വിവിധ ഭാഗങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ ദാവത്തും ഇസ്ലാഹും പേർഷ്യൻ ഭാഷയിലും അറബ് ഭാഷയിലും ഒരുപോലെ ഉപയോഗിച്ച ആൾ. അതുപോലെ തന്നെ സുന്നി ആയ ഒരാൾ. കാരണം സുന്നി ആവുമ്പോഴത്തേക്ക് മുസ്ലിം ഭൂരിപക്ഷം സുന്നികളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്ക് കൂടുതൽ സ്വാധീനമുണ്ടാകുന്നു. അതിൻ്റെ കൂടെ ഷാഫി മദ്ഹബ് സ്വീകരിച്ച ഒരാൾ, പ്രത്യേകിച്ച് ഷാം പ്രദേശങ്ങളിൽ
ഫലസ്തീൻ, ലബനാൻ, ജോർദാൻ പോലുള്ള പ്രദേശങ്ങളിലും ഇന്തോനേഷ്യ, സൗത്ത് ഏഷ്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ പോലുള്ള പ്രദേശങ്ങളിലുമെല്ലാം ഷാഫി മദ്ഹബിന് നല്ല സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ചിന്തയ്ക്കും ആ ഒരു മദ്ഹബിൻ്റെ ഒരു പങ്കാളിത്തം പ്രധാന ഭാഗമായി മാറുന്നു എന്നതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നക്ഷബന്ദി ത്വരീഖത്തിൻ്റെ തന്നെ അന്ന് ഉസ്മാനി ഖിലാഫത്തിലും അതുപോലെ തന്നെ സെൻട്രൽ ഏഷ്യൻ തുർക്കിക് റീജിയനിലുമെല്ലാം ഏറ്റവും കൂടുതൽ ശക്തമായി നിലനിൽക്കുന്ന സൂഫി ത്വരീഖത്ത് നക്ഷബന്ദി ത്വരീഖത്താണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഷെയ്ഖായി മാറിയതും അതിൻ്റെ കൂടെ തന്നെ അതിലെ പ്രധാന പണ്ഡിതനായിരുന്ന ഇമാം റബ്ബാനി എന്ന് ആദരപൂർവ്വം വിളിക്കുന്ന സയ്യിദ് അഹമ്മദ് സർഹിന്ദിയുടെ ചിന്ത ഏറ്റെടുത്ത മുജദ്ദിദി എന്ന് പറയുന്ന ത്വരീഖത്തിനെ ഈ ഭാഗത്ത് പരിചയപ്പെടുത്തിയ ഒരു പണ്ഡിതൻ എന്ന നിലയിൽ കൂടി അദ്ദേഹത്തിന് കൂടുതൽ സ്വാധീനം കിട്ടുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ ഒരു പ്രഭാഷകനോ ഒരു മതപണ്ഡിതനോ എന്നതിനപ്പുറം ഒരു കവിയും കൂടിയായി എന്നതുകൊണ്ട് പൊതുജനങ്ങൾക്കിടയിലും എല്ലാവരെയും ഇമോഷണലായും സെൻസിറ്റീവായും സെൻസേഷണലായും തന്നെ എല്ലാവരെയും ഒരുപോലെ ഹഠാത് ആകർഷിക്കുവാനും ഇസ്ലാമിക ആശയങ്ങളെയും സംസ്കരണ പ്രവർത്തനങ്ങളെയും വളരെ വളരെ അട്രാക്റ്റീവായി ആകർഷകമായി പൊതുജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുവാനും കഴിഞ്ഞ ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ് ഈ മേഖലകളിൽ കൂടി അദ്ദേഹത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന നിലയിലും കൂടി വളർന്നു വന്നു എന്നാണ് പറയുന്നത്. മറ്റൊന്ന്, അദ്ദേഹം കൈകാര്യം ചെയ്ത വിഷയങ്ങളുടെ ഒരു അപ്രോച്ച് മെത്തേഡായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ദീവാൻ എന്ന് പറയുന്ന ഒരു കവിതാ സമാഹാരമുണ്ട്. അതുപോലെ തന്നെ ഈ യഅ്തിഖാദ് നാമ, ബിലീഫ് ആൻഡ് ഇസ്ലാം എന്ന് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് നമുക്ക് PDF ഫയലുകളായി ഗൂഗിളിൽ ലഭിക്കുന്നതാണ്. യഅ്തിഖാദ് നാമ എന്നുള്ളതാണ് അതിൻ്റെ പേർഷ്യൻ രൂപം. അതിൽ അദ്ദേഹം കൈകാര്യം ചെയ്ത വിഷയം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്ന ഒരു മെത്തേഡ് അദ്ദേഹം സ്വീകരിച്ചിരുന്നു. സാധാരണ സൂഫി പണ്ഡിതന്മാർ ഒരു സമകാലിക സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു രീതിയിലായിരുന്നില്ല അവരുടെ രചനകൾ. ആധ്യാത്മിക മേഖലകളിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന, കൂടുതൽ സ്ഥാനം കൊടുക്കുന്ന ഒരു രീതികളായിരുന്നു പലരുടെയും രചനകൾ. എങ്കിൽ ഷെയ്ഖ് ഖാലിദ് ബാഗ്ദാദി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുന്ന രീതിയിൽ അദ്ദേഹം വിഷയങ്ങളെ കണ്ടു എന്നതാണ്. അതുപോലെ തന്നെ സമകാലിക വിഷയങ്ങളിൽ മുസ്ലിങ്ങളുടെ വിശ്വാസം, അതിൻ്റെ സംസ്കരണം, അതിൽ വരുന്ന കേടുപാടുകൾ, അതിനെ എങ്ങനെ നയിക്കാം എന്ന് പറയുന്ന തരത്തിലുള്ള രചനകളും അതുപോലെ തന്നെ സംസാരങ്ങളും അദ്ദേഹം നടത്തിയിരുന്നു. ഈ ദുനിയാവിനോടുള്ള സൂഫികളുടെ ഒരു വിരക്തിയെ അദ്ദേഹം എതിർക്കുകയും എന്നാൽ ശക്തമായ ഒരു ഭൗതിക താല്പര്യം, ഒരു മെറ്റീരിയലിസ്റ്റിക് കാഴ്ചപ്പാടുള്ള ആൾക്കാരെ ശക്തമായി എതിർക്കുകയും ചെയ്ത ഒരു ബാലൻസിങ് സ്വഭാവം അന്നത്തെ സൂഫികളിൽ നിന്ന് വ്യത്യസ്തമായി ഷെയ്ഖ് ഖാലിദ് ബാഗ്ദാദി സ്വീകരിച്ചു എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത കിട്ടുവാൻ കാരണമായ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണ്. അതിൻ്റെ കൂടെ തന്നെ നക്ഷബന്ദി ത്വരീഖത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഖൽവത്ത് ദർ അഞ്ജുമൻ, അതായത് ആൾക്കൂട്ടത്തിൽ തന്നെ എന്ന് നമുക്ക് അർത്ഥം കൊടുക്കാം. ഇവിടെ ഒരു ആധ്യാത്മികമായ ഒരു വിഷയമാണ് അതിനുള്ളത്. ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലാണെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ ഒപ്പം ഒറ്റയ്ക്കാവുക എന്നതാണ്. അതായത് ശരീരം പൊതുജന മധ്യത്തിൽ ആവുക, ജനങ്ങൾക്കൊപ്പമാവുക, പബ്ലിക് എൻഗേജ്മെൻറ്റ് നടത്തുക. അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കലി എൻഗേജ്ഡായ സൂഫിധാരയാണ് നക്ഷബന്ദി ത്വരീഖത്ത്. അവരുടെ ഒരു പ്രധാനപ്പെട്ട ആശയമാണ് ഖൽവത്ത് ദർ അഞ്ജുമൻ എന്നുള്ളത്. പൊതുജനമധ്യത്തിലായിരിക്കുമ്പോൾ തന്നെ മനസ്സ് അള്ളാഹുവിൻ്റെ ഒപ്പമാവുക എന്നതാണ് അതിൻ്റെ ആശയം. അത് ഇദ്ദേഹം കൂടുതൽ പറഞ്ഞ ഒരാളും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മംലൂക്ക് ഗവർണർമാരുമായും ഉസ്മാനി ഗവർണർമാരുമായും ഉസ്മാനി ഭരണകർത്താക്കളുമായും നല്ല ബന്ധം സൂക്ഷിച്ച ഒരാളായി നമുക്ക് കാണുവാൻ കഴിയും. ഇതിൽ രണ്ട് കാറ്റഗറിയായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തരംതിരിക്കാം. അതിലൊന്ന്, അദ്ദേഹം ഇറാൻ ഭാഗത്ത് ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം ഭരണകർത്താക്കളുമായി കുറച്ച് അകന്നു നിന്നുകൊണ്ട് ജനങ്ങളുമായി കൂടുതൽ ഇടപെടുന്ന രീതിയായിരുന്നു അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഷാം പ്രദേശത്തേക്ക് വരുന്നതോടുകൂടി ഉസ്മാനികളുടെ നേരിട്ട് ബന്ധമുള്ള അധികാരം നിലനിൽക്കുന്ന ഷാം പ്രദേശങ്ങളിൽ കൂടുതൽ ഉസ്മാനി ഗവർണറുമായും നല്ല ബന്ധമുണ്ടാക്കുകയും അവരുടെ പിന്നീട് ചരിത്രം പറയുന്ന ഇദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ പലരും പിന്നീട് ഉസ്മാനി ഭരണ മേഖലകളിലെ അഡ്മിനിസ്ട്രേറ്റീവ് മേഖലകളിലെയും നീതിന്യായ വകുപ്പുകളിലെയും ഇദ്ദേഹത്തിൻ്റെ അനുയായികളിൽ പലരും കാദികളായി മാറുന്ന ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയത് നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ ഈ രീതികളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഷെയ്ഖ് ഖാലിദ് ബാഗ്ദാദി അദ്ദേഹം പൊതുജനങ്ങൾക്കിടയിൽ ഇത്രയും സ്വീകാര്യത ഉണ്ടായത്. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റിയാണ്.
ഒരു ഇലാസ്തികത, വിഷയങ്ങളിൽ ഒരു നൈർമല്യം കീപ്പ് ചെയ്യുക. എത്രത്തോളം എന്നാൽ അദ്ദേഹത്തിൻ്റെ അനുയായികളായി ഷിയാക്കൾ പോലും ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അന്നത്തെ ഇറാൻ്റെ ഭരണാധികാരിയായിരുന്ന ഷാ, അദ്ദേഹത്തിൻ്റെ പുത്രൻ അബ്ബാസ് മിർസ പോലും ഇദ്ദേഹത്തിൻ്റെ മുരീദുമാരിൽ ഒരാളായി മാറിയിരുന്നു എന്നാണ്. അപ്പം ഒരു ഭാഗത്ത് ഷിയാക്കൾക്കെതിരെ ശക്തമായി സംസാരിക്കുന്ന, ഒരു ഇസ്നാഷിരിക്കെതിരെ ശക്തമായി തിയോളജിക്കലി ഡിബേറ്റ് നടത്തുന്ന ഒരാൾ, അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ ത്വരീക്കത്തിൻ്റെ ഉള്ളിൽ അനുയായികളായി ഷീഈ മെത്തഡോളജി സ്വീകരിക്കുന്ന, ആശയം സ്വീകരിക്കുന്ന ആൾക്കാർ പോലും ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഒരേ സമയം ക്രിസ്ത്യൻസ് അഹ്ലു കിതാബുമായി നല്ല ഡിബേറ്റ് നടത്തിയ അദ്ദേഹം തന്നെ, പക്ഷേ അനുയായി വൃന്ദങ്ങളോട് പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ഒരു രീതി, പബ്ലിക്കായി നിങ്ങൾ ഇടപെടുമ്പോൾ മുസ്ലിം നോൺ മുസ്ലിം എന്ന് പറയുന്ന വേർതിരിവ് പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളിൽ ക്രിസ്ത്യ യഹൂദ ബന്ധങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഇങ്ങനെ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വളർച്ചയുടെ പ്രധാന കാരണമായി മാറിയത്. അതുപോലെ തന്നെ അദ്ദേഹം റാബിത്ത എന്ന് പറയുന്ന, നമ്മൾ ഹൽക്ക എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സർക്കിൾ രൂപീകരിക്കുകയും ആ സർക്കിൾ എന്നത് ഒരു വ്യക്തിഗത വിജയത്തിനും ആത്മീയ വിജയത്തിനും ഭൗതിക വിജയത്തിനും പറ്റുന്ന ഒരു മീഡിയം എന്ന നിലയിൽ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യവും അദ്ദേഹത്തിൻ്റെ ഈ സിറിയൻ ജീവിത കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം കൈകാര്യം ചെയ്തത് നബി കീർത്തനങ്ങളെ കുറിച്ചിട്ടാണ്. അത് ബുർദ് ഗുൽ റഷ്ക് അസ് റുവി മുഹമ്മദ്, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വളരെ മനോഹരമായ ഒരു പേർഷ്യൻ കവിതയാണ്. അതായത് അദ്ദേഹം പറയുന്നത് ഖവി ഷുഹൂൻ ഗഷ്ത് അസ് ഖുയി മുഹമ്മദ്, അദ്ദേഹം പറയുന്നത് റോസിന് പോലും, അതായത് റോസ് എന്ന് പറയുന്ന, നമ്മൾ പറയുന്ന റോസാപ്പൂവിന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അസൂയയായിരുന്നു. അസൂയ ആയതുകൊണ്ടാണ് റോസാപ്പൂവിൻ്റെ കളറ് ചുവപ്പായി പോയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗന്ദര്യത്തിൽ അസൂയ പൂണ്ട റോസാപ്പൂവിൻ്റെ കളർ ചുവപ്പായി പോയി. ഈ തരത്തിലുള്ള കവിതകളിലൂടെ പൊതുജനങ്ങളുമായി സംസാരിക്കുന്നതോടുകൂടി ഒരു മഹബത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹുബ്ബുർ റസൂല് ഉണ്ടാക്കുവാൻ അദ്ദേഹത്തിൻ്റെ കവിതകൾക്ക് കഴിഞ്ഞു എന്ന് ഇദ്ദേഹത്തിൻ്റെ ദീവാൻ വിശദീകരിച്ചു കൊണ്ടുള്ള പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സവിശേഷത, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം കാണിക്കുന്ന ത്യാഗങ്ങളാണ്. പലപ്പോഴും ചില സംഭവങ്ങൾ പറയുന്നുണ്ട്. അതായത് വലിയ ആയിരക്കണക്കിന് അനുയായികൾ ഉണ്ടായിരുന്ന അദ്ദേഹം ഏതൊരു സാഹചര്യത്തിലും അദ്ദേഹത്തിന് പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ ആ പ്രയാസങ്ങൾ പൊതുജന മധ്യത്തിൽ കാണിക്കുന്ന ഒരാളായിരുന്നില്ല. കാരണം അതിൽ കൂടി പൊതുജനത്തെ അദ്ദേഹം പഠിപ്പിച്ചിരുന്നത് ഒരു നേതാവ് എന്നത് എല്ലാവരുടെയും മുമ്പിൽ പ്രസന്നനായി, എല്ലാവർക്കും ഇൻസ്പിറേഷൻ കൊടുക്കുന്ന ആളായി, പ്രചോദനം നൽകുന്ന ആളായി, എല്ലാവർക്കും ഒരു പ്രതീക്ഷയും പ്രത്യാശയും വിതരണം ചെയ്യുന്ന ഒരാളായി മാറണമെന്നുള്ളതാണ്. അതിന് ചരിത്രം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ 2 മക്കൾ മരണമടയുമ്പോൾ പോലും അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നത് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് അവർ മടങ്ങിപ്പോയി എന്നുള്ള സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ പിന്നീട് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് കാണുവാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, അദ്ദേഹം എപ്പോഴും മരണം പ്രതീക്ഷിച്ചിരുന്നു. ഒരു ഭാഗത്ത് സിറിയൻ ഭാഗത്ത് ജീവിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ പ്ലേഗ് ആ ഭാഗത്തൊക്കെയും പരന്നു ഒരു സംഭവമുണ്ടായി. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞങ്ങളും മരിക്കാൻ തയ്യാറാണ്. അദ്ദേഹത്തിൻ്റെ അനുയായികളോട്, പ്ലേഗ് ബാധിതരായ ആൾക്കാരോട് സഹായിക്കാനും അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങാനുമുള്ള നിർദ്ദേശങ്ങളൊക്കെ അദ്ദേഹം നൽകുന്നതായും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. ഈ ഒരു തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളെല്ലാം. അതായത് ഒരേ സമയം തന്നെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ ഇടപെടുക, അവിടുത്തെ ഭരണകർത്താക്കളുമായി നല്ല ബന്ധമുണ്ടാക്കുക. അതിലൊരു ഏറ്റവും നല്ല ഉദാഹരണം, ഇദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ അസൂയ പൂണ്ട ചില പണ്ഡിതന്മാർ ഇദ്ദേഹത്തിനെതിരെ കുഫർ ആരോപിച്ചുകൊണ്ട് അന്നത്തെ ഖലീഫയായിരുന്ന സുൽത്താൻ മഹ്മൂദ് ഖാൻ്റെ മുമ്പിൽ പരാതിയായി വരുന്നു. സുൽത്താൻ മഹ്മൂദ് ഖാൻ പോലും, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇദ്ദേഹം ഇന്ത്യയിൽ നിന്ന് മറ്റു ഭാഗത്തു നിന്നും സിറിയൻ ഭാഗത്തേക്ക് വരുമ്പോൾ സുൽത്താൻ മഹ്മൂദ് തന്നെ സ്വന്തം നേരിട്ട് വന്ന് ആയിരക്കണക്കിന് ആൾക്കാരുടെ അകമ്പടിയോടുകൂടി അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ചരിത്രങ്ങൾ പോലുമുണ്ട്. അതേ സുൽത്താൻ മഹ്മൂദിൻ്റെ മുമ്പിലാണ് ഈ പരാതിയുമായി ആൾക്കാരെത്തുന്നത്. ഇദ്ദേഹത്തിൻ്റെ കുഫർ, തക്ഫീർ പ്രഖ്യാപിച്ചുകൊണ്ട് കുഫർ നടത്തുന്ന ആളാണ്, വലിയ വർത്തമാനം പറയുന്ന ആളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അസൂയ പൂണ്ട് ചില പണ്ഡിതന്മാർ വരുമ്പോൾ, പക്ഷേ സുൽത്താൻ മഹ്മൂദ് പറയുന്നത് ഒരിക്കലും പറയാൻ പാടില്ലാത്ത വർത്തമാനമാണ്. കാരണം ഷെയ്ഖ് ഖാലിദ് ബാഗ്ദാദി അങ്ങനെ ഒരാളല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് സുൽത്താൻ മഹ്മൂദ് ഖാൻ
ഷേഖ് ഖാലിദ് ബാഗ്ദാദിക്ക് നൽകുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ വേറെയും ചില സന്ദർഭങ്ങളുണ്ട്. സയ്യിദ് പാഷ എന്ന് വിളിക്കപ്പെടുന്ന ഇറാഖ് ഭാഗത്തെ അവിടുത്തെ ഗവർണർ, അദ്ദേഹത്തിൻ്റെ മുന്നിലും ഇറാഖിലെ ചില ആൾക്കാർ, ഇദ്ദേഹത്തിൻ്റെ ഈ ചെറുപ്പ കാലഘട്ടത്തിനുള്ളിൽ തന്നെയുള്ള ഈ ഫെയിമിൽ അസൂയപ്പെട്ട ചില ആൾക്കാർ അദ്ദേഹത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പരാതിയായിട്ട് വരുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈമാൻ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അപ്പോൾ നല്ല മുഅ്മിനല്ല, നല്ല വിശ്വാസിയല്ല എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ആരോപണമായി വരുന്നത്. അപ്പോൾ ഈ സയ്യിദ് പാഷ മറുപടി പറയുന്നത്, ഷേഖ് ഖാലിദ് ബാഗ്ദാദി മുഅ്മിൻ അല്ലെങ്കിൽ പിന്നെ ആരാണ് മുഅ്മിൻ എന്ന രീതിയിൽ അദ്ദേഹം ചോദിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും. ഈ തരത്തിലുള്ള ഒരു പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ് ഉള്ള, സാമൂഹികമായി അത്രയും സ്വാധീനമുള്ള ഒരാളായിട്ടാണ് നമുക്ക് ഷേഖ് ഖാലിദ് ബാഗ്ദാദിയെ ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. അതും കൂടാതെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ ഉസ്മാനി ഭരണകർത്താക്കൾക്കിടയിലും നോബിൾക്കാർക്കിടയിലും എലൈറ്റ് ഫാമിലികൾക്കിടയിലും അരിസ്റ്റോക്രാറ്റ്സുകൾക്കിടയിലും പണ്ഡിതന്മാർക്കിടയിലും മെർച്ചൻ്റ് കച്ചവടക്കാർക്കിടയിലും അതുപോലെ തന്നെ വിവിധ സെക്റ്റുകൾക്കിടയിൽ പോലും ശക്തമായ സ്വാധീനമുള്ള എല്ലാവരെയും കൂടി ഒരു കൊടക്കീഴിൽ ഒരുമിച്ചിരുത്തുന്ന ഒരു സെൻട്രൽ ഫിഗറായി പോലും ഷെയ്ഖ് ഖാലിദ് ബാഗ്ദാദി ഒരു കാലഘട്ടത്തിൽ മാറുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ രചനകളായി എന്ന് പറയപ്പെടുന്നത് വളരെ കുറച്ച് മാത്രമാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ചിന്തകൾ എന്നത് വളരെ നീണ്ട കാലഘട്ടത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞതും വിശാലമായ പ്രദേശങ്ങളിൽ ഇസ്ലാമിക ആവേശം ജനങ്ങൾക്കുണ്ടാക്കാൻ കഴിഞ്ഞതുമായ ചിന്തകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇഅ്തിഖാദ് നാമ അല്ലെങ്കിൽ ബിലീഫ് ആൻഡ് ഇസ്ലാം എന്ന് വിളിക്കപ്പെടുന്ന രചനയിൽ അദ്ദേഹം പ്രധാനമായും ഊന്നുന്നത് ഉസൂലുദ്ദീൻ, ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ അത് അനിവാര്യമായും മനസ്സോടുകൂടി ഏറ്റെടുക്കേണ്ട വിശ്വാസങ്ങളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ പാഠ്യങ്ങൾ, ഇസ്ലാം പഠിപ്പിക്കുന്ന ശിക്ഷണങ്ങൾ അത് തീർച്ചയായും അത് നിർവഹിക്കേണ്ടതാണ് എന്ന് പറയുന്ന കിതാബാണ്. അതിൻ്റെ കൂടെ തന്നെ ഈമാനിൻ്റെ അനിവാര്യതകളെക്കുറിച്ചും ഇസ്ലാമിൻ്റെ അനിവാര്യതകളെക്കുറിച്ചും തർബിയത്തിൻ്റെയും തസ്കിയത്തിൻ്റെയും അനിവാര്യതകളെക്കുറിച്ചും നമസ്കാരം പോലുള്ള വിവിധ ആരാധനാ കാര്യങ്ങളിൽ പാലിക്കേണ്ട സൂക്ഷ്മതകളെക്കുറിച്ചുമെല്ലാം ചർച്ച ചെയ്യുന്ന കിതാബാണ് ഇഅ്തിഖാദ് നാമ അല്ലെങ്കിൽ ബിലീഫ് ആൻ ഇസ്ലാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദീവാൻ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു രചനയാണ്. അദ്ദേഹം എഴുതിയ കവിതകളുടെ ഒരു കളക്ഷനാണ്. ഈ കവിതകളിലൂടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിശാലമായ ഒരു ഇസ്ലാമിക ആശയം പഠിപ്പിക്കാനും ഇസ്ലാമിക ലോകത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവായി മാറുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞതായിട്ടാണ് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നത്. മറ്റൊരു പ്രത്യേകത, കുർദിസ്ഥാൻ എന്ന് പറയുന്ന ഭാഗത്ത്, കുർദുകൾ ഭൂരിപക്ഷം താമസിക്കുന്ന ഭാഗത്തെ അവിടുത്തെ 19-ാം നൂറ്റാണ്ടിൻ്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിക ആവേശം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ആളായി ഇദ്ദേഹം മാറുന്നതായും ചരിത്രം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തെ ഏകദേശം എല്ലാ നേതാക്കന്മാരുമായും ഭരണകർത്താക്കളുമായും ഇതിന് നല്ല ബന്ധമുണ്ടാവുകയും സാമ്പത്തികമായി പോലും ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിൻ്റെ അനുയായികളെയും അവിടുത്തെ ഭരണകർത്താക്കൾ സഹായിക്കുന്നതായും ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഈ വിവിധ വിഭാഗങ്ങൾക്കിടയിലുള്ള ഡിബേറ്ററായി മാറുവാനും ഒരു സംവാദകനായി മാറുവാനും ഇസ്ലാമിക അഖീദയെ ശരീഅത്തിന് അനുസൃതമായ തരത്തിൽ വിശദീകരിക്കുന്ന ഒരാളായി മാറുവാനും ഇദ്ദേഹത്തിന് കഴിയുന്നതായി നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. ഇദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ശരീഅത്ത് എന്ന് പറയുന്നത് അത് ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ അനിവാര്യമായും ഉണ്ടാവേണ്ടതാണ്. അതായത് അത് പറയുവാനുള്ള കാരണം ഈ തസവുഫിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അത് ഇസ്ലാമിക ആശയങ്ങൾക്ക് വിരുദ്ധമായ ആചാരങ്ങൾ ഉൾക്കൊള്ളുന്ന ചില വിഭാഗങ്ങൾ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലവും കൂടിയായിരുന്നു. അതുപോലെ തന്നെ ശരീഅത്തിനെ കൂടുതൽ പാലിക്കാത്ത, എന്നാൽ ഈമാനുണ്ടെന്നും തഖ്വയുണ്ടെന്നും ഇഹ്സാനുണ്ടെന്നും അതുമാത്രം പറയുകയും അതിൻ്റെ പേരിൽ ഒരു ആത്മീയ ഒരു ഉന്മാദം, ഒരു സ്പിരിച്വൽ എക്സ്റ്റസി ലഭിക്കുവാനുള്ള ശ്രമങ്ങൾക്ക് വേണ്ടി മയക്കുമരുന്നുകൾ പോലും ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഷെയ്ഖ് ഖാലിദ് ബാഗ്ദാദി അദ്ദേഹത്തിൻ്റെ അനുയായികളോട് പറഞ്ഞത്, നിങ്ങൾ അഖീദ മുറുകെ പിടിക്കുക, സുന്നത്തില്ലാത്ത അല്ലെങ്കിൽ ഒരു കർമ്മമില്ലാത്ത അഖീദയില്ല, ഈ ഫെയ്ത്ത് ഇല്ല എന്ന രീതിയിൽ അദ്ദേഹം പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, പിന്നീട് തുർക്കിയിലെ അല്ലെങ്കിൽ ഉസ്മാനിയ ഖിലാഫത്തിലും പിന്നീട് അതിനുശേഷമുള്ള ഒരു മുസ്ലിം ഇസ്ലാമിക നവജാഗരണത്തിലും ഇസ്ലാമിക വ്യാപനത്തിലും വൈജ്ഞാനിക വ്യവഹാരങ്ങളിലും ഏറ്റവും കൂടുതൽ റെഫർ ചെയ്യപ്പെടുന്ന, പരാമർശിക്കപ്പെടുന്ന ഒരു പണ്ഡിതൻ എന്ന നിലയിൽ ഇദ്ദേഹത്തിൻ്റെ പേര് മാറ്റപ്പെടുന്നു എന്നുള്ളതാണ്.
അതായത് അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്ന ബദിയുസ്സമാൻ സയ്യിദ് നൂർസി, അദ്ദേഹത്തിൻ്റെ രചനകളിലെ പ്രധാനപ്പെട്ട ഒരു അവലംബമായി മാറുന്നത് ഷെയ്ഖ് ഖാലിദ് ബാഗ്ദാദിയാണ്. പിന്നീടുള്ള ഷെയ്ഖ് സുലൈമാൻ ആവട്ടെ, തൊഹൈമൻ ആവട്ടെ, അതുപോലെ തന്നെ ഫതുഹുല്ലാഹി ഗുലൻ ആവട്ടെ, ഷെയ്ഖ് സാഹിദ് കോത്കു ഉള്ള പിന്നീട് പ്രധാനപ്പെട്ട പണ്ഡിതന്മാരെല്ലാം ഷെയ്ഖ് ഖാലിദ് ബാഗ്ദാദിയെ അവരുടെ വിജ്ഞാനത്തിൻ്റെ ഒരു കേന്ദ്രമായി സ്വീകരിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു വിശാലമായ ഒരു ലോകം വൈജ്ഞാനിക പ്രതിഭാസമായി അദ്ദേഹത്തിന് നിലനിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത. അതിൻ്റെ കൂടെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു രചനാ രീതിയാണ് മക്തൂബാത്ത് എന്ന് പറയും, കത്തുകളുടെ സമാഹാരം. നിങ്ങൾ മക്തൂബാത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ അത് ഇമാം ഗസാലി മുതൽ, അതുപോലെ തന്നെ സയ്യിദ് അഹമ്മദ് സർഹിന്ദി അടക്കം, ഷാവുല്ലാ ദഹ്ലവി അടക്കം സൂഫി ത്വരീഖത്തിലെ പണ്ഡിതന്മാരെല്ലാവരും അവരുടെ അനുയായികൾക്കോ അവരുടെ ഭരണകർത്താക്കൾക്കോ അവരുടെ കാലഘട്ടത്തിലുള്ള പ്രിയപ്പെട്ട ആൾക്കാർക്കോ അയക്കുന്ന കത്തുകൾ ഒരു പ്രധാന ലിറ്ററേച്ചറിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെയും കത്തുകൾ ഇസ്ലാമിക ലോകത്തെ ഒരു പ്രധാനപ്പെട്ട ചരിത്രരേഖയായി ഇന്നും ഉസ്മാനി ഹിസ്റ്റോറിയന്മാർ സ്വീകരിക്കുന്നത് നമുക്ക് ആ ചരിത്രത്തിലൂടെ പോകുമ്പോൾ കാണാം. കാരണം ഈ കത്തുകളിലൂടെ അന്നത്തെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഈ എലൈറ്റ് ഫാമിലിയുമായിട്ടും അരിസ്റ്റോക്രാറ്റുകളുമായും ഈ ബ്യൂറോക്രാറ്റുകളുമായിട്ടുള്ള ബന്ധം അദ്ദേഹം ഈ കത്തുകളിലൂടെ നിലനിർത്തുന്നുണ്ട്. ആ ഒരു വിശദീകരണം അല്ലെങ്കിൽ ആ കത്തുകളുമായിട്ടുള്ള പഠനവും പോലും പിന്നീട് പല പണ്ഡിതന്മാരും നടത്തുന്നത് നമുക്ക് കാണാം. ഇങ്ങനെ കത്തുകളുടെ രചനകളിലൂടെ, ഇഅ്തിഖാദുനാമ എന്ന് പറയുന്ന ബിലീഫ് ആൻ ഇസ്ലാം എന്ന് പറയുന്ന രചനകളിലൂടെ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ദീവാനെ ഷെയ്ഖ് ഖാലിദ് ബാഗ്ദാദി എന്ന് പറയുന്ന ആ ഒരു കവിതാ സമാഹാരത്തിലൂടെയും അദ്ദേഹം മുസ്ലിം ലോകത്തിൻ്റെ ഈ ഒരു ചെറിയ കാലഘട്ടത്തിനുള്ളിൽ 47 വയസ്സിനുള്ളിൽ തന്നെ വിശാലമായ ഒരു ലോകത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനായി മാറുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു ഇസ്ലാമിക നവോത്ഥാനത്തിന് പേരിൽ. അതുകൊണ്ട് തന്നെയാണ് ഉസ്മാനി ചരിത്രരേഖകളിൽ അല്ലെങ്കിൽ തുർക്കിയിലെ പണ്ഡിതന്മാർ, സെൻട്രൽ ഏഷ്യയിലെ പണ്ഡിതന്മാരെല്ലാം 19-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് എന്നാണ് ഷെയ്ഖ് ഖാലിദ് ബാഗ്ദാദിയെ തുർക്കിയിൽ വിശേഷിപ്പിക്കുന്നത്. ഹിജ്രി 13-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് എന്നോ അല്ലെങ്കിൽ AD 19-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് എന്നാണ് അദ്ദേഹത്തെ അവിടെയുള്ള പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. കാരണം അത്രത്തോളം വ്യക്തിപരമായ, സാമൂഹ്യമായ, രാഷ്ട്രീയപരമായ, ആശയപരമായ സ്വാധീനം അദ്ദേഹത്തിൻ്റെ അനുയായികളിലും ഈ പ്രദേശങ്ങളിൽ മുഴുവനും വരുത്തുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മളുമായിട്ടുള്ള ഒരു ബന്ധമെന്ന് പറയുന്നത് ഈ ഇമാം റബ്ബാനി, ഷെയ്ഖ് സയ്യിദ് അഹമ്മദ് സർഹിന്ദിയുടെ ആശയം സെൻട്രൽ ഏഷ്യൻ, തുർക്കി, ഉസ്മാനി ഭാഗങ്ങളിലേക്ക് പറിച്ചു നട്ട ഒരാളെന്ന നിലയിൽ ഈ ഇന്ത്യയുമായിട്ടും ആ ഒരു തരത്തിൽ അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ 19-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിക നവജാഗരണത്തിന്, ഇസ്ലാഹിന്, ദഅവത്തിന്, ഒരു ഇസ്ലാമിക ആശയപ്രചരണത്തിൽ നിന്നുകൊണ്ട് ഒരു ഷിയാകൾക്കെതിരെയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ക്രിസ്ത്യ, യഹൂദ, അഹ്ലു കിതാബുകൾക്കെതിരെയോ സംവാദകനായി നിൽക്കുന്ന ഒരു പണ്ഡിതനായും നമുക്ക് ഇദ്ദേഹത്തെ ചരിത്രത്തിൽ ദർശിക്കുവാൻ കഴിയുമെന്നുള്ളതാണ് ഷെയ്ഖ് ഖാലിദ് ബാഗ്ദാദിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. വിശാലമായ ലോകത്തെ വെസ്റ്റ് ഏഷ്യ, നോർത്ത് ആഫ്രിക്ക, തുർക്കി, യൂറോപ്പ്, കുർദിസ്ഥാൻ, അതുപോലെ തന്നെ അൾജീരിയ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ അടക്കമുള്ള പ്രദേശങ്ങളിലെല്ലാം ഇത്രയും ആഴത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ ഒരു പണ്ഡിതൻ എന്ന നിലയിലാണ് ഷെയ്ഖ് ഖാലിദ് ബാഗ്ദാദി അറിയപ്പെടുന്നത്. അതിനും അപ്പുറം ഉസ്മാനി 19-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള ഉസ്മാനി വൈജ്ഞാനിക വ്യവഹാരങ്ങളിലെല്ലാം പ്രധാനപ്പെട്ട ഒരു സോഴ്സായി മാറുവാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഭാവന എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.